ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നിയമലംഘനം നടത്തുന്നവരെ പൂട്ടാൻ കർശന നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ. നോ പാർക്കിംഗ് ഏരിയകളിൽ വാഹനം വെച്ച് മുങ്ങുന്നവരെ തിരയാതെ വാഹനം തന്നെ കൂട്ടമായി കസ്റ്റഡിയിലെടുത്താണ് നടപടികൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ നിന്നും 2 ദിവസത്തിനുള്ളിൽ നിരവധി വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. UPA സർക്കാരിന്റെ അതേ ജനവിരുദ്ധ റെയിൽവേ നയം തന്നെയാണ് മോദി തുടരുന്നതെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PA മുഹമ്മദ് റിയാസ്. കേരളത്തോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മാർച്ച്. വിലക്കുകളെ പേടിക്കാത്തവർക്ക് പോലീസിന്റെ മുന്നറിയിപ്പ്. നഗരത്തിൽ അനധികൃത പാർക്കിംഗ് നടത്തിയ ഇരുചക്ര വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് പ്യൂമിസ് പ്രൊജക്ട് ആൻഡ് പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് സാരഥികൾ. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വീവിംഗ് ഫാക്ടറിയിലെ നെയ്ത്തുപകരണങ്ങൾ നീക്കം ചെയ്യുമെന്നും സാരഥികൾ. വാർത്തകൾ വിശദമായി. UPA സർക്കാരിന്റെ ജനവിരുദ്ധ റെയിൽവേ നയങ്ങൾ തന്നെയാണ് മോദിയും തുടരുന്നതെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PA മുഹമ്മദ് റിയാസ്. കേരളത്തോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ചും സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തണം എന്ന ആവശ്യവുമായാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അടുത്തിടെ കൊച്ചി കരികുറ്റിയിലും കൊല്ലം കരുനാഗപ്പള്ളിയിലും നടന്ന ട്രെയിൻ അപകടങ്ങളെ മുൻനിർത്തിയാണ് പ്രതിഷേധ സമരവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PA മുഹമ്മദ് റിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാരിന്റെ ജനവിരുദ്ധ റെയിൽവേ നയം തന്നെയാണ് മോദി തുടരുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപകടങ്ങൾ കുറയുന്നു, സുരക്ഷിതമായ യാത്ര, ഇതായിരുന്നു ജനങ്ങൾ ട്രെയിൻ യാത്രയ്ക്ക് പരിഗണന നൽകാൻ കാരണം. എന്നാൽ ചെലവ് കുറവുള്ള സുരക്ഷിതത്വമുള്ള റെയിൽവേ യാത്ര ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സുരക്ഷിതത്വത്തിന് ഇന്ന് പ്രഹരമേറ്റു കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്തെ റെയിൽവേ യാത്ര സാധാരണക്കാരന് അന്യമാകുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം SK സജീഷ്, P നിഖിൽ, TP ബിനീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാഹനം പാർക്ക് ചെയ്യരുത് എന്ന ബോർഡ് കണ്ടാലും പാർക്ക് ചെയ്ത് മുങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി ട്രാഫിക് പോലീസിന്റെ കർശന നടപടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ അനധികൃതമായി പാർക്ക് ചെയ്ത് റോഡ് കയ്യേറിയ വാഹനങ്ങൾക്കെതിരെയാണ് കർശനമായ നടപടിയെടുത്തത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ ഈ നീണ്ട ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗിന് ചൊവ്വാഴ്ച വിലക്ക് നൽകിയിരുന്നു. എന്നാൽ അതേ സ്ഥലത്തു തന്നെയാണ് ബുധനാഴ്ച നീണ്ട നിരയിൽ വീണ്ടും ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തത്. റോഡിലെ അനധികൃത പാർക്കിംഗ് നടത്തിയ ഇരുചക്ര വാഹനങ്ങൾ ട്രാഫിക് സ്റ്റേഷൻ CI TP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വാഹനത്തിൽ ഒന്നൊന്നായി കയറ്റി കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച പരിസരത്തു നിന്നും 70ഓളം വാഹനങ്ങളാണ് ലിഫ്റ്റ് ചെയ്തത്. ബുധനാഴ്ച അതിന് ഇരട്ടിയായാണ് നോ പാർക്കിംഗ് ബോർഡുണ്ടായിട്ടും പാർക്കിംഗ് നടന്നത്. ഇതിനെതിരെ കർശന നടപടിയുമായാണ് ട്രാഫിക് പോലീസ് രംഗത്തെത്തിയിട്ടുള്ളത്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവാണിത്. ഈ പ്രത്യേകിച്ച് ലിങ്ക് റോഡും ബാക്കിയുള്ള പാളയം പോലെയുള്ള സ്ഥലങ്ങളിലുള്ള നോ പാർക്കിംഗ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അത് സിറ്റി ട്രാഫിക്കിന്റെ ഒരു ഡ്രൈവാണ്. ഇന്നലെയും ഇതേപോലെ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 70ഓളം വണ്ടികൾ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ സെയിം സ്ഥലത്ത് തന്നെ ഇന്നും നോ പാർക്കിംഗ് ബോർഡിന്റെ താഴെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നോ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് കേസെടുക്കുന്നതായിരിക്കും, വണ്ടികൾ കോടതി കൊടുക്കുന്നതായിരിക്കും. ഏകദേശം 20ഓളം വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബാക്കിയുള്ള വാഹനങ്ങൾ ചങ്ങലയിട്ട് ലോക്ക് ചെയ്യുകയും ചെയ്തു.
നഗരപരിധിയിലെ ഇത്തരം അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ട്രാഫിക് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് വീവിംഗ് ഫാക്ടറിയോട് ചേർന്ന ഭൂമി വില കൊടുത്തു വാങ്ങിയ തങ്ങൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണിന്നുള്ളതെന്ന് പ്യൂമിസ് പ്രോജക്ട് ആൻഡ് പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് സാരഥികൾ. കോടതി ഉത്തരവ് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നെയ്ത്തുപകരണങ്ങൾ കോൺഗ്രസിന്റെ ഉടമസ്ഥതയിലേക്കുള്ള സ്ഥലത്തേക്ക് ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്നും അവർ പറഞ്ഞു. നമ്മൾ കാശ് കൊടുത്തു വാങ്ങി രജിസ്റ്റർ ചെയ്ത ഭൂമിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഗുണ്ടകൾ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉടമസ്ഥർക്ക് ആ ഭൂമിയിൽ കയറാൻ അവകാശമില്ല. ഞങ്ങൾ ടാക്സ് അടക്കുന്നു, ഞങ്ങൾ എല്ലാ ക്രയവിക്രയവും പൂർത്തിയാക്കിയിട്ടുണ്ട്, എല്ലാ ഹൈക്കോടതി യോഗാന്തരം ചെയ്തതാണ്. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ളതാണ് ആ ബാക്കിലുള്ള ലൂമിംഗ് ഷെഡ്. ആ ലൂമിംഗ് ഷെഡില് തറി മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവർ തടയുകയാണ് ചെയ്യുന്നത്. അതിന് ജില്ലാ ഭരണകൂടം അറിഞ്ഞോ അറിയാതെയോ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇപ്പൊ കമ്പനി ജില്ലാ ഭരണകൂടം ജില്ലാ കലക്ടറോടും ADM-നോടൊക്കെ ഞങ്ങൾ സംസാരിച്ച് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ്, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, നിങ്ങളത് മാറ്റിക്കൊള്ളൂ. മാറ്റാൻ പോകുമ്പോൾ ഇവർ തടയും. ഈ അവസ്ഥയിൽ നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് ഈ പൈസ കൊടുത്തിട്ടും രജിസ്റ്റർ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. ഇതെല്ലാം NRIs ആണ്. അവരെ സോറിയുടെ വിലയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് നീട്ടിവെക്കാൻ സാധ്യമല്ല. ഞങ്ങൾ ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് ആ തറികൾ അവിടുന്ന് മാറ്റി കോൺഗ്രസിന്റെ കയ്യിലുള്ള ഭൂമിയിലേക്ക് മാറ്റി വെക്കുന്നതാണ്. മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. മാറാട് നിന്നും 16 നോട്ടിക്കൽ മൈൽ അകലെ നിന്നും ബുധനാഴ്ച രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 30 വൈകിട്ട് ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മാറാട് തൊടിയിൽ സുന്ദരൻ, ആവിയിൽ പറമ്പ് മൂസക്കായ എന്നിവരാണ് മരണപ്പെട്ടത്. അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള മെഹ്റൂബ ഫൈബർ വള്ളത്തിലായിരുന്നു മത്സ്യബന്ധനത്തിനായി ഇവർ പോയത്. തിങ്കളാഴ്ച രാവിലെ എത്തേണ്ട ഇവരെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാതായതോടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയത്. ബുധനാഴ്ച രാവിലെ മാറാട് നിന്നും 16 നോട്ടിക്കൽ മൈൽ അകലെ നിന്നുമാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കിഴക്കേ നടക്കാവിൽ സ്ഥലം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് നടക്കാവ് വികസന സമിതിയുടെ സമരം ശക്തമാകുന്നു. നിരാഹാര സമരത്തിനു പിന്നാലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അനുഭാവ നിരാഹാര സത്യാഗ്രഹ സമരവും ആരംഭിച്ചു. വികസന സമിതി ജോയിന്റ് കൺവീനർ സത്യൻ മൂത്തയിൽ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന കിഴക്കേ നടക്കാവിൽ സ്ഥലം ഏറ്റെടുത്ത് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കാവിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിനത്തിലേക്ക് കടന്നു. 2ാം ദിനം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലും അനുഭാവ നിരാഹാര സത്യാഗ്രഹവും നടന്നു. നടക്കാവ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം മുൻ കൌൺസിലർ സത്യൻ മൂത്തയിൽ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ താൽപര്യരെ സംരക്ഷിക്കുന്നതാണ് നടക്കാവ് റോഡ് വികസനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങളുടെ ജീവന് വില നൽകാതെ സ്വന്തം കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അപ്പോൾ ചില താൽപര്യ കക്ഷികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര മരണങ്ങൾ ഈ ഒരു റോഡിനകത്ത്, ഈ നടക്കാവ് ജംഗ്ഷൻ ഏരിയകളിൽ കുറച്ച് സമയമെടുത്ത് പരിശോധിച്ചാൽ എത്ര മരണങ്ങളാണ് നടന്നിട്ടുള്ളത്. കിഴക്കേ നടക്കാവിൽ മനോരമ ജംഗ്ഷൻ മുതൽ എരഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസ് വരെ സ്ഥലം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടുക, കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് മുമ്പായി ഈസ്റ്റ് നടക്കാവ് ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുക, കച്ചവടക്കാർക്കും ജീവനക്കാർക്കും മതിയായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. സത്യാഗ്രഹ സമരത്തിൽ ചെയർമാൻ ഡോക്ടർ A. അച്യുതൻ, പാവു വർഗീസ്, AK ജയകുമാർ, KP സത്യകൃഷ്ണൻ തുടങ്ങിയവർ അണിനിരന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നവംബർ 3 മുതൽ നടക്കാവ് റോഡ് ഉപരോധിക്കാനാണ് സമരക്കാരുടെ നീക്കം. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പോരുവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on, don't settle for anything else. I'm not the star. She is.
bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. ഈ മാസം 4-ന് സർവകലാശാല ഭരണകാര്യാലയത്തിനു മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 30/1/2016 പ്രസിദ്ധീകരിച്ച യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളായി ഞങ്ങൾ നിലവിൽ ഒഴിവുകൾ ഉണ്ടായിട്ടും അത് നികത്താനുള്ള നടപടികൾ സ്വീകരിക്കാത്ത സർവകലാശാല നിലപാടിനെതിരെ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. നിലവിൽ NHD തസ്തികയിൽ 5 ഒഴിവുകളും 3 പുതിയ ഒഴിവുകളും സർവകലാശാലയിലുണ്ട്. ആയതിൽ ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും നിയമനം നടത്താതെ സർവകലാശാല ഒളിച്ചുകളിക്കുകയാണ്. ഇനി ഈ ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിക്കുവാനുള്ളവരിൽ ഭൂരിഭാഗവും പ്രായപരിധി കാരണം ഇനിയൊരു നിയമത്തിന് അപേക്ഷിക്കുവാൻ പോലും സാധിക്കാത്തവരാണ്. ഇതിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സംയുക്ത സമരസമിതിയും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. സമരപരിപാടിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ഈ മാസം 4-ന് സർവകലാശാല ഭരണകാര്യാലയത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുമെന്നും വരും ദിവസങ്ങളിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറത്ത് സിവിൽ സ്റ്റേഷൻ പരിസരത്തുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലും സുരക്ഷ കർശനമാക്കി. പോലീസ് ഉദ്യോഗസ്ഥരും ബോംബ് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധനകൾ നടത്തിയത്. മലപ്പുറത്ത് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ ബോംബ് സ്ഫോടനം നടന്ന സംഭവത്തെ തുടർന്നാണ് കോഴിക്കോട് കളക്ടറേറ്റിലും സുരക്ഷ കർശനമാക്കിയത്. നടക്കാവ് SI K മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയും ബോംബ് സ്ക്വാഡും കളക്ടറേറ്റ് പരിസരത്തെ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. കളക്ടറേറ്റ് പരിസരത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന ആരംഭിച്ചത്. പിന്നീട് ബോംബ് സ്ക്വാഡിന്റെ നിയന്ത്രണത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരവും കർശന പരിശോധന നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരം CCTV നിരീക്ഷണത്തിലല്ലാത്തതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്നത്. CCTV സ്ഥാപിക്കാൻ വൻതുക ചെലവഴിക്കേണ്ടി വരുമെന്ന കാരണവും നിലവിലുണ്ട്. കുറഞ്ഞ ചെലവിൽ സ്വകാര്യ സ്ഥാപനമായ കെൽട്രോണുമായി പുതിയ പദ്ധതി തയ്യാറാക്കാനാണ് തീരുമാനം. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ സുരക്ഷാ വീഴ്ചകൾ കുറയുമെന്ന് കണക്കുകൂട്ടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ഡിസ്ട്രിക്ട് അമേച്ചർ ബോക്സിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പുരുഷ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 200ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ഡിസ്ട്രിക്ട് അമേച്ചർ ബോക്സിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാ പുരുഷ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. 10 ക്ലബ്ബുകളിൽ നിന്നുമായി 200-ൽ പരം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. സീനിയർ ആൺകുട്ടികളുടെ ബോക്സിംഗ് ആയിരുന്നു കാണികളേറെ ആവേശഭരിതമാക്കിയത്. ഈ മത്സരത്തിൽ ചാമ്പ്യനാകുന്ന ആളായിരിക്കും സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുക. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന കർമ്മം പ്രിൻസിപ്പൽ സബ് ജഡ്ജ് T മധുസൂദനാണ് നിർവഹിച്ചത്. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PT സുന്ദരൻ, ജില്ലാ സെക്രട്ടറി M ഹാരിസ്, മുൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി K രാംദാസ്, TM അബ്ദുറഹ്മാൻ, രമേഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂർണ്ണ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച കാസിം വാടാനപ്പള്ളിയുടെ മുൻവിധികളുടെ നിഷേധം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ P വത്സല പുസ്തക പ്രകാശനം ചെയ്തു. കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കാസിം വടാനപ്പള്ളി രചിച്ച് പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മുൻവിധികളുടെ നിഷേധം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തകത്തിന്റെ പ്രകാശനം P വത്സല നിർവഹിച്ചു. ശൈലം ഉണ്ണികൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. നമ്മളുടെ പഴയ ചിന്തകളെ എങ്ങനെ പുതിയ കാലം നിഷേധിക്കുന്നു അല്ലെങ്കിൽ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ചടങ്ങിൽ ശ്രീധരൻ ഉണ്ണി, ഡോക്ടർ C രാജേന്ദ്രൻ, ഡോക്ടർ R സു, പ്രൊഫസർ പ്രിയദർശൻ ലാൽ, PM നാരായണൻ, മമ്മു മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചുഗായിക ശ്രേയ ജയദീപിന് സ്വന്തം വിദ്യാലയത്തിന്റെ ആദരം. ഒരു പിടി മലയാള ചലച്ചിത്രങ്ങളിൽ പാടിയ ഗായിക ശ്രേയയ്ക്ക് ദേവഗിരി CMI പബ്ലിക് സ്കൂളിലാണ് ശ്രേയം എന്ന പേരിൽ ആദരവൊരുക്കിയത്. സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ കുഞ്ഞുവാനമ്പാടി ശ്രേയ ജയദീപിന് സ്വന്തം വിദ്യാലയത്തിന്റെ ആദരം. ഒരുപിടി മലയാള ചിത്രങ്ങളിൽ പാടിയ ഗായിക ശ്രേയയ്ക്ക് ദേവഗിരി CMI പബ്ലിക് സ്കൂളിലാണ് ശ്രേയം എന്ന പേരിൽ ആദരമൊരുക്കിയത്.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടിയുടെ വളർച്ചയിൽ കുറെ കാര്യങ്ങൾക്ക് പങ്കുണ്ട്. whether it be education, whether it be arts, whether it be sports. Passion and dedication go intertwined. So let's show him the love. Shreya memento നൽകുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോണി കാലിക്കറ്റ്. രക്ഷിതാക്കളും അധ്യാപക അനധ്യാപകരും സഹപാഠികളും ചേർന്നാണ് പരിപാടി ഒരുക്കിയത്. തനിക്ക് പ്രിയപ്പെട്ട 2 പാട്ടുകാരുടെയും പേരുകൾ ഒന്നാണെന്ന് ജയചന്ദ്രൻ പറഞ്ഞു. ഒരാൾ ശ്രേയ ഘോഷലും മറ്റൊരാൾ ശ്രേയ ജയദീപും. ഒരു കാലത്ത് നമുക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന ഗായികയായി ശ്രേയ മാറുമെന്ന് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇനിയും എത്രയെത്രയോ നിറഞ്ഞ സദസ്സുകൾക്ക് മുന്നിൽ പാടുവാനും സംഗീതത്തിലൂടെ ഈശ്വരനെ അറിയാനും ഒക്കെ ശ്രേയക്കുട്ടിക്ക് കഴിയട്ടെ. അങ്ങനെ ഉള്ള ശ്രേയക്കുട്ടിയുടെ യാത്രയിൽ തീർച്ചയായിട്ടും ഞാനും കൂടെയുണ്ട്. അത് അടിവരയിട്ട് പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ചടങ്ങിൽ ഫാദർ ജോസഫ് വയലിൻ അധ്യക്ഷത വഹിച്ചു. എം ജയചന്ദ്രൻ ശ്രേയയ്ക്ക് ഉപഹാരം നൽകി. പ്രിൻസിപ്പൽ ഫാദർ ജോണി കാഞ്ഞിരക്കൽ, ബൈജു വെള്ളക്കട, ജോസഫ് പൈക്കട, ഡോക്ടർ പി എ ലളിത തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്. അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഗണേശ സാധന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മംഗളസഹസ്ര ചണ്ഡി മഹായാഗം നടക്കും. നവംബർ 30 മുതൽ ഡിസംബർ 10 വരെ പന്തിരങ്കാവിലെ ഗണേശ സാധന കേന്ദ്രത്തിൽ തയ്യാറാക്കിയ പ്രത്യേക ശാലയിലാണ് യാഗം നടക്കുക. പന്തീരങ്കാവ് ഗണേശ സാധന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 10 വരെ യജ്ഞാചാര്യൻ ശ്രീലശ്രീ ശ്രീമദ് പ്രാണവാനന്ദ സരസ്വത്യ വധൂത സ്വാമികളുടെ നേതൃത്വത്തിൽ ശ്രീമംഗള സഹസ്ര ചണ്ഡി മഹായാഗം നടക്കും. കാലത്ത് 5 മണി മുതൽ 9 മണി വരെ യാഗവേദിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും തൊഴുതു പ്രാർത്ഥിക്കാനും സമർപ്പണം നടത്താനുമുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. നിത്യേന വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കും. സനാതനധർമ്മ പ്രചരണത്തിന് സ്വാമി ചിദാനന്ദപുരി ഗണേശ സാധനാ കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരം സ്വാമി പ്രകാശാനന്ദയിൽ നിന്ന് ഏറ്റുവാങ്ങും. നവംബർ 3 ഗോകർണം ശ്രീ മഹാബാലേശ്വർ ക്ഷേത്രത്തിൽ നിന്ന് ദക്ഷിണാമൂർത്തി വിഗ്രഹവും കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും കട്ടിയിൽ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ദേവി മഹാത്മ്യ ഗ്രന്ഥവും നവംബർ 15 കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീ ചണ്ഡികാ പരമേശ്വരിയുടെ ശിലാവിഗ്രഹവും വഹിച്ച് വിവിധ ക്ഷേത്രങ്ങളിലൂടെ സ്വീകരണവും മംഗളാരതിയും ഏറ്റുവാങ്ങി യജ്ഞഭൂമിയിലേക്ക് പ്രവേശിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശശി കമട്ടേരി, വിജയകുമാർ PV, ജയപ്രകാശ് PM, സംജേഷ് പട്ടേരി, വിശ്വനാഥൻ KN തുടങ്ങിയവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ ഭൂമി സ്വദേശ വിദേശ കുത്തകകളിൽ നിന്നും വീണ്ടെടുക്കുക എന്ന അവകാശ പ്രഖ്യാപനവുമായി SDPIയുടെ 2ാം ഭൂസമരത്തിന് തുടക്കം. കോഴിക്കോട് ടൌൺ ഹാളിൽ നടന്ന പരിപാടി SDPI സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഭൂമി സ്വദേശ വിദേശ കുത്തകകളിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളപ്പിറവി ദിനത്തിൽ SDPI ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തി. ജില്ലാ കമ്മിറ്റി കോഴിക്കോട് ടൌൺഹാളിൽ നടത്തിയ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് MA സലീം അധ്യക്ഷം വഹിച്ചു. SDTU സംസ്ഥാന പ്രസിഡന്റ് M. വാസു, ജോൺസൺ നെല്ലിക്കുന്ന്, വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ സെക്രട്ടറി UK ഡെയ്സി ബാലസുബ്രഹ്മണ്യം, ജില്ലാ പ്രസിഡന്റ് സൽമ സലാം, സെക്രട്ടറി അമിത മുന്ന, ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് അത്തോളി, SDPI ജില്ലാ കമ്മിറ്റി അംഗം PV അൻവർ എന്നിവർ സംസാരിച്ചു.
പേരാമ്പ്രയിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കമേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മാക്കോൽ മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. പി ഗോപി, കെ ഗോപി, വി കുഞ്ഞാമുദ് എന്നിവർ സംസാരിച്ചു. കണ്ണൂക്കരയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ അബ്ദുൽ ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. എടച്ചേരിയിൽ ജില്ലാ സെക്രട്ടറി സാലിം അഴിയൂരും, തിക്കോടിയിൽ SDTU സംസ്ഥാന സെക്രട്ടറി ഇസ്മയിൽ കമനയും, കൂടത്തായിൽ ജില്ലാ ട്രഷറർ മുസ്തഫ പാലേരിയും ഉദ്ഘാടനം ചെയ്തു. ചെറുവാടിയിലും തിരുവമ്പാടിയിലും ജില്ലാ കമ്മിറ്റി അംഗം ഇ നാസറാണ് ഉദ്ഘാടനം ചെയ്തത്. ഫോട്ടോഗ്രാഫിക് രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളുമായി ലെജൻഡ്സ് ഫോട്ടോഗ്രാഫിക്. ലെജൻഡ്സിന്റെ ലോഞ്ചിംഗ് ഹൈലൈറ്റ് പാർക്കിൽ സിനിമാ താരം സുധീഷ് നിർവഹിച്ചു. ബലൂൺ പറത്തിയാണ് ക്ലബിന്റെ ലോഞ്ചിംഗ് നടന്നത്. ലെജൻഡ്സ് ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ഉദ്ഘാടനം ഹൈലൈറ്റ് പാർക്കിൽ നടന്നു. അസീം കോമച്ചയുടെ അധ്യക്ഷതയിൽ സിനിമാ താരം സുധീഷ് ബലൂൺ പറത്തിക്കൊണ്ടാണ് ക്ലബിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചത്. പരിപാടിയിൽ ഓൾ ഇന്ത്യ തലത്തിൽ പിട്രോഡിൽ വിഭാഗത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായ സതീഷ് ബാംഗ്ലൂർ, ഹരിദാസ് ഉത്തർ, സക്രിയ പൊൻകുന്ന് എന്നിവർക്കുള്ള സമ്മാനങ്ങളും ശിവാനന്ദൻ തൃശൂർ, സുബിൻ പുല്ലാഴി, സുരേഷ് കാമിയോ, സജു നടവിൽ, നാസർ എടപ്പാൾ എന്നിവർക്കുള്ള പ്രോത്സാഹക സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് 15,001, 10,001, 5,001 എന്നീ ക്യാഷ് അവാർഡുകളും നൽകി. 1,001 രൂപ വീതം പ്രോത്സാഹന സമ്മാനങ്ങൾ നേടിയവർക്കും നൽകി. പരിപാടിയിൽ ജംഷി ഉദയ, പ്രസി, സിനിമാ താരം ബിയോൺ, മുസ്തഫ, മാസ്റ്റർ രുദ്രാക്ഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. 35 അംഗങ്ങൾ അടങ്ങിയ ലെജൻഡ്സ് ക്ലബിന്റെ ലക്ഷ്യം ഫോട്ടോഗ്രാഫിക് രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുകയും ഫോട്ടോഗ്രാഫി രംഗത്തെ ഉന്നത നിലവാരത്തിൽ നിലനിർത്തുക എന്നതാണ്. ക്ലബ്ബ് ഫോട്ടോഗ്രാഫിക് സംബന്ധമായ നിരവധി ക്ലാസുകളും നടത്താറുണ്ട്. ഭോപ്പാലിൽ ജയിൽ ചാടിയെന്നാരോപിച്ച് 8 മുസ്ലിം വിചാരണ തടവുകാരെ പോലീസ് വെടിവെച്ചു കൊന്ന സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും ഇടപെടണമെന്ന് SDPI ഭാരവാഹികൾ. ഇതിനെതിരെ വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു. രാജ്യത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് പാർട്ടി നേതൃത്വം നൽകുമെന്ന് SDPI ദേശീയ പ്രസിഡന്റ് സയ്യിദ് പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാറിനു വേണ്ടി പോലീസ് ശിക്ഷ നടപ്പിലാക്കുന്ന രീതി രാജ്യത്ത് ആവർത്തിക്കുന്നത് ഭരണാധികാരികളുടെ ഒത്താശ കൊണ്ടുകൂടിയാണെന്നും ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരണമെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭോപ്പാലിൽ ജയിൽ ചാടിയെന്ന് ആരോപിച്ച് 8 മുസ്ലിം വിചാരണ തടവുകാരെ പോലീസ് വെടിവെച്ചു കൊന്ന സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും ഇടപെടണം. വിചാരണ പൂർത്തിയാവാനിരിക്കെയാണ് ഈ ജയിൽ ചാട്ട സംഭവവും കൂട്ടക്കൊലയും എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കോടതിയിൽ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുണ്ടെന്ന് പ്രതികളുടെ അഭിഭാഷകർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ജയിൽ ചാട്ടത്തെക്കുറിച്ച് മാത്രമേ അന്വേഷിക്കുകയുള്ളൂ എന്നും വെടിവെപ്പ് അന്വേഷിക്കുകയില്ലെന്നുമുള്ള മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന അത്യന്തം അപലപനീയമാണെന്നും ഇവർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടും അത് നിരസിക്കുന്നത് ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും കോടതി നടപടികളിലും നിയമവാഴ്ചയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാനും രാജ്യത്ത് അരാജകത്വ ഭീതി ജനിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികൾ ആരെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൽ മജീദ് ഫൈസി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ജോബ് ഫെസ്റ്റ് 2016 സംഘടിപ്പിക്കുന്നു. ഈ മാസം 5-ന് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ജോബ് ഫെസ്റ്റ് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ 2016 മെഗാ ജോബ് ഫെസ്റ്റ് ഈ മാസം 5-ന് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് രാവിലെ 10 മണിക്ക് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. A. പ്രദീപ് കുമാർ MLA അധ്യക്ഷത വഹിക്കും. 46ഓളം സ്വകാര്യ കമ്പനികളിൽ നിന്നായി 3000-ഓളം തൊഴിലവസരങ്ങളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായി 4000-ഓളം ഉദ്യോഗാർത്ഥികളെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഓട്ടോമൊബൈൽ, IT, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, മാനുഫാക്ചറിംഗ്, ഹോസ്പിറ്റാലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, എഡ്യൂക്കേഷൻ, ഫിനാൻസ്,
ജുവല്ലേഴ്സ്, ടെക്സ്റ്റൈൽസ് എന്നീ മേഖലകളിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികളായിരിക്കും തൊഴിൽ മേളയിൽ പങ്കെടുക്കുക എന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. CPIM വേങ്ങേരി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PT ഫിറോസ് ഖാന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് കണ്ണാടിക്കൽ സ്കൂളിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ക്യാമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KV ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ ബിജുലാൽ, CPM ഏരിയ കമ്മിറ്റി അംഗം K കിഷോർ, S ചരേഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. മെഗാ മെഡിക്കൽ ക്യാമ്പിൽ തൈറോ കെയർ ലാബുമായി സഹകരിച്ച് ഫുൾ ബോഡി ചെക്കപ്പും ഗവൺമെന്റ് ഹോമിയോ കോളേജും ഗവൺമെന്റ് മെഡിക്കൽ കോളേജും കേരള ആയുർവേദിക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പും അൽസലാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നേത്ര പരിശോധനാ ക്യാമ്പുമാണ് നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UPA സർക്കാരിന്റെ അതേ ജനവിരുദ്ധ റെയിൽവേ നയം തന്നെയാണ് മോദി തുടരുന്നതെന്ന് DYFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PA മുഹമ്മദ് റിയാസ്. കേരളത്തോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ച് DYFI മാർച്ച്. വിലക്കുകളെ പേടിക്കാത്തവർക്ക് പോലീസിന്റെ മുന്നറിയിപ്പ്. നഗരത്തിൽ അനധികൃത പാർക്കിംഗ് നടത്തിയ ഇരുചക്ര വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് പ്യൂമിസ് പ്രൊജക്ട് ആൻഡ് പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് സാരഥികൾ. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രസ്റ്റ് വീവിംഗ് ഫാക്ടറിയിലെ നെയ്ത്തുപകരണങ്ങൾ നീക്കം ചെയ്യുമെന്നും സാരഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.